PS എന്ന ജനകീയ നേതാവിന് മുഖമുദ്രകൾ ഒട്ടേറെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നീട്ടിക്കുറുക്കിയുള്ള സംസാരം, അദ്ദേഹത്തിന്റെ അച്ചടക്കം നിറഞ്ഞ ജീവിതം, ഒപ്പം തന്നെ അദ്ദേഹം ധരിച്ചിരുന്ന വെള്ള ജുബ്ബ. സ്ഥിരമായി VSന് ജുബ്ബ തയ്ച്ചു നൽകിയിരുന്നത് ആലപ്പുഴ ചാത്തനാട് സ്വദേശി വെലേറിയൻ കാർലോസ് ആയിരുന്നു. ഡയറിയിൽ പ്രത്യേകമായി VS എന്ന് എഴുതിയ പേജിലായിരുന്നു കാലങ്ങളായി VSന്റെ ജുബ്ബയുടെ അളവ് കാർലോസ് ചേട്ടൻ സൂക്ഷിച്ചത്. ഈ ഡയറിയിലാണ് കേരളത്തിന്റെ പ്രിയ നേതാവ് VS അച്യുതാനന്ദന്റെ പ്രസിദ്ധമായ ജുബ്ബയുടെ അളവുകൾ രേഖപ്പെടുത്തിയിരുന്നത്. 2019 അവസാനം കാർലോസ് ചേട്ടൻ VSന് വേണ്ടി ജുബ്ബ തയ്ച്ചു കൊടുത്തുവിട്ടത്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രിയായപ്പോഴും അതിനു മുമ്പുമെല്ലാം VSന് ജുബ്ബ ആവശ്യമുള്ളപ്പോൾ കാർലോസ് ചേട്ടന് വിളിയെത്തും. 12 ജുബ്ബയാണ് സാധാരണ VSനു വേണ്ടി ഒരുമിച്ച് തയ്ക്കാറ്. തുണി VS കൊടുത്തുവിടും. തയ്യൽ പൂർത്തിയായി കഴിയുമ്പോൾ ആളെത്തും. ആദ്യമായി ജുബ്ബ തയ്ച്ചപ്പോൾ VS തന്നെ അതിൽ ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ചു. ആദ്യത്തെ ഒരെണ്ണം തയ്ച്ചപ്പോൾ അതിന് വ്യത്യാസം പറഞ്ഞു. ആ വ്യത്യാസം ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് പിന്നെ എല്ലാം ഓക്കെയാണ്. പിന്നെ അതിനെപ്പറ്റി ഒന്നും പറയാറില്ല, എല്ലാം കറക്റ്റായിരിക്കും. മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ക്ലിഫ് ഹൗസിലെത്തി VSനെ കണ്ട ഓർമ്മയും കാർലോസ് ചേട്ടൻ പങ്കുവച്ചു. മുഖ്യമന്ത്രി കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ക്ലിഫ് ഹൗസിലൊക്കെ പോകുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ പെരുമാറുന്നതിനേക്കാൾ വളരെ കാര്യമായിട്ടാണ് എന്നോട് പെരുമാറുന്നത്. അത് മുഖ്യമന്ത്രി എന്നുള്ള ആ ഒരു പദവി അങ്ങേർക്ക് ഇല്ല. അപ്പം അത്രയും ബഹുമാനോടെ കാര്യമാണ് എന്നോട് കാണിച്ചത്. അതുകൊണ്ട് പുള്ളിയോട് എനിക്ക് ഭയങ്കര കാര്യമാണ്. അവസാനമായി കാണണമെന്നുണ്ടായിരുന്നെങ്കിലും തിരുവനന്തപുരത്തേക്ക് എത്തേണ്ടെന്ന് കുടുംബാംഗങ്ങൾ സ്നേഹപൂർവ്വം പറഞ്ഞു. ജീവനോടിരിക്കുമ്പോൾ തന്നെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വസുമതിയമ്മയൊക്കെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു, കാർലോസ് ഇങ്ങോട്ടും വരണ്ട, ഒന്നാമത് പുള്ളിക്ക് കാണാനും ഉള്ള പ്രയാസങ്ങളുണ്ട്, അതുകൊണ്ട് വെറുതെ കാശ് മുടക്കി ഇവിടെ വരണ്ടെന്ന് പറയും. അതുകൊണ്ട് കാണാൻ പോയില്ല. നീ ആലപ്പുഴയിലേക്ക് വരുമ്പോഴത്തേക്ക് അവസാനമായിട്ട് കാണാൻ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്, പോകണം. പറവൂരിലെ വീട്ടിലെത്തുമ്പോൾ പലപ്പോഴും പോയി നേരിൽ കണ്ടിരുന്നു. അവസാന യാത്രയ്ക്കായി ആലപ്പുഴയിലെത്തുമ്പോഴും കാർലോസ് ചേട്ടൻ പ്രിയ സഖാവിനെ കാണാൻ ഒരിക്കൽ കൂടി പോകും. ലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന വലിയ ചുടുകാടിന്റെ മണ്ണിലേക്ക് അവരിൽ ഒരാളായി പ്രിയ സഖാവിന് അവസാന ആദരാഞ്ജലികൾ അർപ്പിക്കാൻ. എസ് ശ്യാംകുമാർ, 24. അതാണ് കാർലോസ് ചേട്ടന് പറയാനുള്ള കഥകൾ, ഓർമ്മകളൊക്കെ ഒരുപാടുണ്ട്. ആലപ്പുഴയിലേക്ക് VS എത്തുമ്പോൾ അവിടെ കാണാനെത്തും എന്നാണ് കാർലോസ് ചേട്ടൻ പറയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് വിലാപയാത്രയായി തിരുവനന്തപുരത്ത് നിന്ന് മൃതദേഹം കൊണ്ടുപോവുകയാണ്. അതിൽ വഴിയിൽ ആളുകൾക്ക് കാണാനായുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പല കേന്ദ്രങ്ങളിലൂടെയാണ് മൃതദേഹം കടന്നു പോകുന്നത്.